الشيطان الرجيم بسم الله الرحمن الرحيم فاذكروني أذكركم واشكروا لي ولا تكفرون. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ക്ഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മനുഷ്യന്റെ കൽബ് അഥവാ ഹൃദയം. അതിൻ്റെ പരിവർത്തനമാണ് ലോകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ ലോകത്ത് നടന്ന ചരിത്രത്തിന്റെ ഗതി മാറ്റി ഒഴുക്കിയ പല സംഭവങ്ങളിലും മനുഷ്യന്റെ കൽബ് മാറുമ്പോൾ ഒരു രാഷ്ട്രത്തിലെ ഗതി തന്നെ മാറുകയും നിയമങ്ങൾ മാറി വരികയും അങ്ങനെ മനുഷ്യൻ എന്തിനും തയ്യാറായ ഒരവസ്ഥയിലെത്തി. അതേസമയം മനുഷ്യന്റെ കൽബിന് രോഗം ബാധിക്കുകയും അവൻ പല രോഗങ്ങൾക്കും അഥവാ അസൂയ, അതുപോലെ തന്നെ വ്യാമോഹങ്ങൾ, അതുപോലെ തന്നെ മറ്റു പല രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഭൗതികമായ സുഖവും അതുപോലെ തന്നെ അവന്റെ എന്നേക്കുമുള്ള അവന്റെ ഭാവിയായ പരലോക ജീവിതവും നഷ്ടപ്പെടുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ്. വിശുദ്ധ ഖുർആൻ അത് പലപ്പോഴും നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കും. ദിക്റുള്ള എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ സ്മരണം. ലോകത്ത് നമ്മൾ പല ആളുകളെ പറ്റി നമ്മൾ ഓർക്കാറുണ്ട്, പക്ഷേ അവര് നമ്മളെ പറ്റി ഓർക്കണമെന്നില്ല. അതാണ് ലോകത്തിന്റെ പൊതുവായ ഒരവസ്ഥ. നമ്മൾ പോറ്റി വളർത്തിയ മക്കൾ പ്രവാസ ജീവിതത്തിൽ കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്ത് പലതും നമ്മൾ അമാനത്ത് ഏൽപ്പിച്ചു കൊടുത്തു നമ്മുടെ സ്വന്തം ഭാര്യ വരെ നമ്മളെ മറക്കാം, അതുപോലെ തന്നെ മക്കൾ മറക്കാം, അതുപോലെ തന്നെ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ നമ്മളെ മറക്കാം. പക്ഷേ നമ്മൾ ആരെ ഓർക്കുന്നുവോ മറക്കാത്ത ഒരുവനുണ്ട്, അവനാണ് അല്ലാഹു തആല. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും. അപ്പൊ മറക്കില്ല എന്നർത്ഥം. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെ തടി നമ്മളെ കാത്തു കഴിഞ്ഞു. അപ്പൊ അതിന് പലപ്പോഴും നമ്മളെ ദിക്ർ എന്ന് പറയുന്നു. അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് മൊത്തത്തിൽ ദിക്ർ എന്ന് പറഞ്ഞാൽ ആളുകൾ വളരെ ഒരു സങ്കുചിതമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ ഏകദേശം ഒരർത്ഥം മാത്രം നമ്മളത് പഠിച്ചു വെക്കുകയും അത് മാത്രമാണ് ദിക്ർ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷെ ഇബ്നുൽ ഖയ്യിം ജൗസിയൊക്കെ പറയുന്നത് ദിക്ർ എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ കൽബിലുണ്ട്. അതാണ് അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ പറ്റി, അള്ളാഹുവിന്റെ സിഫത്തുകളെ പറ്റി, അള്ളാഹു എന്ന ശക്തിയെപ്പറ്റി, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു. അതൊരു മനസ്സിന്റെ ദിക്റാണ്, അത് പുറത്തേക്ക് വരുന്നില്ല. അതേ സമയത്തേക്ക് മനുഷ്യന്റെ ലിസാന, നാവുകൊണ്ടുള്ള ദിക്റും അതാണ് നമ്മളെ ശ്രദ്ധയിൽ പെട്ടെന്ന് ഓടി വരിക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം, ലാ ഇലാഹ ഇല്ലാ അൻത, സുബ്ഹാനകല്ലാഹുമ്മ ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതുപോലെ തന്നെ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അപ്പൊ അത് ഖൽബ് കൊണ്ടുള്ള മനുഷ്യന്റെ അല്ല, ലിസാന്, നാവ് കൊണ്ടുള്ള ദിക്റാണ്. മറ്റൊരു ദിക്റുണ്ട് മനുഷ്യന്റെ ശരീരങ്ങളെ കൊണ്ട്, അവയവങ്ങൾ ദിക്ർ ചൊല്ലും. എന്ന് വെച്ചാൽ നമ്മൾ നമസ്കാരം, ഇബാദത്ത് എടുക്കുക, അവിടെ ദിക്ർ എല്ലാം ഉണ്ട്. മനുഷ്യന്റെ അവയവങ്ങൾ അള്ളാഹുവിന് വേണ്ടി റുക്കൂ ചെയ്യും. ഏറ്റവും ആരാധനകളുടെ മൂർത്ത ഭാവം ഏതാണെന്ന് ചോദിച്ചാൽ സുജൂദാണ്. ഒരു മനുഷ്യന്റെ കാൽക്കൽ വീഴുന്ന ഒരവസ്ഥ ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അവൻ അവന്റെ അടിമയായി. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ അർപ്പിക്കുന്ന ഏറ്റവും വലിയ ഇബാദത്ത് നമസ്കാരമാണ്. ആ നമസ്കാരത്തിലെ ഏറ്റവും മൂർത്തമായ രൂപം ഏതാണ്? സുജൂദാണ്. അതിലപ്പുറം വരുന്നു. അതാണ് സുജൂദ് മറ്റുള്ളവർക്ക് അർപ്പിക്കരുത് എന്ന് പറയാൻ കാരണം. ഖബറിലോ അല്ലെങ്കിൽ മറമാടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. മലയാളത്തിൽ നമ്മൾ പറയും അയാളെ മുമ്പിൽ സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റമാണ്. മനുഷ്യൻ മുഴുവനും അടിയറ വെക്കുകയാണ്. അപ്പൊ ആ സുജൂദ് ഒരു ദിക്റാണ്.
അപ്പൊ അങ്ങനെ വിശുദ്ധ ഖുർആൻ നമ്മളോട് വരച്ച് കാണിക്കുന്നത് ഖൽബിന്റെ ദിക്റുണ്ട്, മനുഷ്യന്റെ അവയവങ്ങളെ ദിക്റുണ്ട്, മനുഷ്യൻ അവന്റെ മനസ്സുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഓർക്കുക എന്ന അതിവിശാലമായ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. പിന്നെ പറഞ്ഞു യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. അപ്പൊ ആകാശഭൂമികളെ പറ്റിയുള്ള സിഖർ അത് ഒരു ദിക്റിന്റെ വിഭാഗത്തിൽ വിശുദ്ധ ഖുർആൻ. മനുഷ്യന് ഒന്നും പണിയില്ലെങ്കിൽ പാട്ട് കേൾക്കുക എന്നാണ്, സംഗീതത്തിന്റെ മ്യൂസിക്, അതുപോലെ തന്നെ ഡാൻസ്, ഇതൊക്കെ ലോകത്ത് സമാധാനം നൽകുമെന്ന ഒരു വ്യാമോഹം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെസ്റ്റേൺ കൺട്രികൾ, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇല്ലാത്ത സംഗീത ഉപകരണങ്ങളില്ല. പിന്നെ നമ്മുടെ കേരളം കുട്ടികൾക്കൊക്കെ ആൽബങ്ങളിലൂടെയും അതുപോലെ തന്നെ ജീവിതത്തിന് എല്ലാവിധ ആസ്വാദനം. ലോകത്ത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിന് വിരുദ്ധമായി ഉയർന്നു വരുന്നൊരു ചിന്താഗതി, മ്യൂസിക്കൊക്കെ മനുഷ്യന്റെ സമാധാനത്തിന്. ലോകത്ത് മ്യൂസിക്കിന്റെ ആശാന്മാരായി നമ്മൾ യൂസുഫ് അലി ഇസ്ലാമിനെ പോലെയുള്ള ആളുകൾ അത് വലിച്ചെറിഞ്ഞ് ഇസ്ലാമിലേക്ക് വരാൻ തന്നെ കാരണം എന്താ? കാരണം സാഹിത്യമല്ല, കഥയും നോവലുമല്ല, മനുഷ്യനെ മാറ്റം വരുത്താൻ കഴിയുന്ന, മനുഷ്യനെ അടിമയാക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സിനിമാ മേഖല എടുത്ത് നോക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സീരിയൽ നടികളൊക്കെ അധികം അവസാനിപ്പിക്കുന്നത് ഒരു തുണ്ട് കയറിലാണ്. എന്തുകൊണ്ട് അങ്ങനെ വെച്ചാൽ ലോകത്തിന് മ്യൂസിക്, ഇന്ന് ലോകം മുഴുവൻ മ്യൂസിക്കാണല്ലോ. പക്ഷെ ലോകത്ത് ഏറ്റവും മനുഷ്യന്റെ വലിയ വലിയ വെല്ലുവിളിയായി ഉയർന്നു വന്നു ആത്മഹത്യക്ക് മുമ്പിൽ. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ. മനുഷ്യന് ഒരിക്കലും ഒരു മാർഗത്തിലൂടെയും നൃത്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ മ്യൂസിക്കിലൂടെയൊന്നും സമാധാനമില്ല. അള്ളാഹുവിനെ ഓർക്കുക, അതാണ് സമാധാനം. അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്. ആ സമാധാനം ഇന്ന് ഒഴിവാക്കി ആളുകൾക്ക് പല 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 മാർഗങ്ങൾ, പ്രത്യേക കളികളിൽ വിനോദത്തിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ സിനിമ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മനുഷ്യന്റെ സമാധാനത്തിന് ചില ആളുകളോട് ചോദിച്ചാൽ മദ്യത്തിന് അടിമാൻ കാരണം എന്ന് വെച്ചാൽ ഒരു സമാധാനം കിട്ടണ്ടേ. ഈവൻ പുകവലി വരെ ചില ആളുകളെ പുകവലിക്കുന്നത് പുക വലിക്കാൻ വേണ്ടി വലിക്കല്ല. പക്ഷെ എന്തുകൊണ്ട് വലിക്കുന്ന വെച്ചാൽ മനുഷ്യന്റെ ചിന്തകൾ പതറിപ്പോകാതിരിക്കാൻ. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കിട്ടാൻ വരെ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ നോക്കണം. അപ്പൊ ഇതൊക്കെ ഖുർആനിക വിരുദ്ധമായി ഉയർന്നു വന്ന ചിന്താധാരകൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് നമുക്ക് ലോകത്ത് എവിടെയും സമാധാനമില്ല. അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. ലോകത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ നിങ്ങൾ നോക്കി. ലോകത്ത് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വിശദീകരിച്ചാണ്. ഇന്ന് ലോകത്തിലെ മുഴുവൻ വസ്തുക്കളും ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ ഘടകം എന്ന് ഇവിടെ വിശേഷിപ്പിക്കപ്പെടുന്നതും ഏറ്റവും വലിയതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും എല്ലാം അള്ളാഹുവിന്റെ ദിക്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവിടെ മനുഷ്യൻ മാത്രം അള്ളാഹുവിനെ സ്മരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു നഷ്ടം വരാനില്ല. വിശുദ്ധ ഖുർആന് പ്രപഞ്ചത്തിന്റെ ഭീമാകാരമായ രൂപം എന്ന് വെച്ചാൽ ആകാശഭൂമികൾ, അതിനേക്കാൾ ലോകത്ത് ശക്തിയുള്ളൊരു വസ്തുവില്ലല്ലോ. അതാണ് അത് തകർന്നു വീഴുമ്പോൾ ഈ മനുഷ്യൻ അതിന്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു മരിക്കാൻ. അപ്പോൾ മനുഷ്യന്റെ ദുർബലത അള്ളാഹു ചിത്രീകരിക്കണം. ഒരു ബിൽഡിംഗ് വരെ മനുഷ്യൻ ഉയർത്തി എത്ര വലിയ ഉന്നതനായാലും അതിന്റെ അടിയിൽപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് ശക്തിയില്ല. അപ്പൊ ആകാശഭൂമികളെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു അവരോട് ചോദിച്ചു, നിങ്ങൾ സ്വമേധയാ എന്നെ അനുസരിക്കാൻ തയ്യാറുണ്ടോ? അതല്ല, ഞാൻ നിങ്ങളെ ബലമായി നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ തരികയും അങ്ങനെ എന്നെ അനുസരിക്കുകയും, ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ സ്വമേധയാ അനുസരിക്കുന്നു തമ്പുരാനൊക്കെ. ആകാശഭൂമികൾ അങ്ങനെ പറയാൻ കാരണം ശുദ്ധമാണ്. ചെറിയ സുഹൃത്ത് പറഞ്ഞു, അൻതും അശദ്ദു ഖൽഖൻ മിസ് സമാഉ ബനാഅ. മനുഷ്യന്മാരെ വിചാരം വെച്ചാൽ മനുഷ്യന് വലിയ ആരോഗ്യമുണ്ട്, അവന് ശാസ്ത്രീയമായ പിന്നെ കഴിവുകളുണ്ട്, അവന് വലിയ ചാടാനുള്ള കഴിവുണ്ട്, ഓടാനുള്ള കഴിവുണ്ട്. ഖുർആൻ പറയുന്നത് നിങ്ങളെക്കാൾ ശക്തന്മാരും അതുപോലെ തന്നെ ഭീമാകാരമായ വസ്തുക്കൾ ഇവിടെ ഞാൻ നിർമ്മിച്ചിരിക്കുന്നു. ആകാശഭൂമികൾ, ഇലത്തരം നക്ഷത്രങ്ങൾ, താരാപഥങ്ങൾ, ഗാലക്സികൾ. അപ്പൊ ഈ ശക്തമായ വസ്തു വരെ അള്ളാഹുവിനോട് എന്താ പറയുന്നത്? ഞങ്ങൾ ഒരു ബലാത്കാരവും ഇല്ലാതെ നിന്നെ അനുസരിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ആ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിനെ യുസബ്ബിഹു റാഅദു,
ബിഹംദിഹി ഖുർആനിൽ കാണാം.